വെൽക്കം ടു EduPlus CBSE ക്ലാസ് 10 പൊളിറ്റിക്സിലെ ചാപ്റ്റർ 2 ഫെഡറലിസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs നമ്മൾ ഓരോ സെക്ഷനായിട്ട് നോക്കിയിട്ട് ആ സെക്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് നമ്മൾ നോക്കുന്നത്. സോ മുമ്പുള്ള ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. മാക്സിമം ടൈം കിട്ടുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് MCQസും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിലെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ആർ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഫെഡറൽ സിസ്റ്റം? ഒരു ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ, ടു സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് ദ യൂണിറ്റി ഓഫ് ദ കൺട്രി. ഓപ്ഷൻ ബി, ടു അക്കോമഡേറ്റ് ദ റീജിയണൽ ഡൈവേഴ്സിറ്റി. ഓപ്ഷൻ സി, ടു ഷെയർ ദ പവേഴ്സ് അമംഗ് ദ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ്. എന്താണ് ഒരു ഫെഡറൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരുടെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ഡി പറയുന്നത് ബോത്ത് എ ആൻഡ് ബി. ഏതാണ് കുട്ടികളെ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി ഇസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫെഡറൽ സിസ്റ്റം. എന്താണ് എ ആൻഡ് ബി പറയുന്നത്? ഒരു ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ യൂണിറ്റി നിലനിർത്തുക ആൻഡ് അതോടൊപ്പം തന്നെ അവിടെ എന്തെല്ലാം ഡൈവേഴ്സിറ്റീസ് ഉണ്ടോ. ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഡിഫറെൻറ്റ് കാസ്റ്റ്, ഡിഫറെൻറ്റ് റിലീജിയൻ, ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഡിഫറെൻറ്റ് ഡ്രസ്, ഡിഫറെൻറ്റ് അങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറാണ്. എങ്കിലും എ വെരി റീജിയണൽ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ആ റീജിയണൽ ഡൈവേഴ്സിറ്റി നിലനിർത്തണം. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ബ്രേക്ക് ചെയ്യാനോ അത് നഷ്ടപ്പെടുത്താനോ പാടില്ല. ഇന്ന മതമേ പാടുള്ളൂ, ഇന്ന ഭാഷയെ പാടുള്ളൂ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, സ്ട്രെസ് ചെയ്യാനായിട്ട് പാടില്ല. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ആ റീജിയണൽ ഡൈവേഴ്സിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ടു പ്രൊമോട്ട് ദ സേഫ് ഗാർഡ് ദ യൂണിറ്റി ഓഫ് ദ കൺട്രി. രാജ്യത്തിൻ്റെ ആ ഒരു ഒത്തൊരുമ, യൂണിറ്റി നിലനിർത്തുകയും വേണം. ഇതാണ് ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഫെഡറൽ സിസ്റ്റം. ക്ലിയർ ആണല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എ കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ? ഏതാണ് കമ്മിങ് ടുഗെദർ ഫെഡറേഷനിൽ വരുന്നത്? രണ്ട് തരം ഫെഡറേഷൻസ് ആണ് ഒരു ഫെഡറൽ സിസ്റ്റത്തിലുള്ളത്, കമ്മിങ് ടുഗെദർ ആൻഡ് ഹോൾഡിംഗ് ടുഗെദർ. സോ കമ്മിങ് ടുഗെദറിന് എക്സാമ്പിൾ ഏതാണ് കുട്ടികളെ? ഓപ്ഷൻ സി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, സ്വിറ്റ്സർലൻഡ് ആൻഡ് ഓസ്ട്രേലിയ. ഓർത്തിരിക്കുക, എന്താണ് കമ്മിങ് ടുഗെദർ, ഹോൾഡിംഗ് ടുഗെദർ എന്നൊക്കെ ഫെഡറലിസം ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അതറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ ആദ്യം ഒന്ന് പഠിക്കുക. അതിനുശേഷം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഓർത്തിരിക്കുക, കമ്മിങ് ടുഗെദർ ഫെഡറേഷനിൽ വരുന്നതാണ് USA, സ്വിറ്റ്സർലൻഡ് ആൻഡ് ഓസ്ട്രേലിയ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Which form of power sharing is the most commonly referred to as federalism? ഫെഡറലിസത്തിൽ വരുന്ന കോമൺ പവർ ഷെയറിങ് ഏതാണ്? നമ്മൾ പവർ ഷെയറിങ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. പലതരം പവർ ഷെയറിംഗ് ഉണ്ട്. ഒരു വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ ഉണ്ട്, ഹൊറിസോണ്ടൽ ഡിവിഷൻ ഓഫ് പവർ ഉണ്ട്. അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതാണ് ഹൊറിസോണ്ടൽ ഡിവിഷൻ ഓഫ് പവർ. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അങ്ങനെ താഴെത്തട്ടിലേക്കുള്ള ഒരു ഡിവിഷനാണ് വെർട്ടിക്കൽ ഡിവിഷൻ പറയുന്നത്. അങ്ങനെ പലതരം പവർ ഷെയറിങ് പഠിച്ചിരുന്നു പവർ ഷെയറിങ് ചാപ്റ്ററിൽ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഫെഡറലിസത്തിലെ പവർ ഷെയറിങ്, ഒരു ഫെഡറലിസം എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റിൽ വരുന്ന പവർ ഷെയറിങ് താഴെ പറയുന്നതിൽ ഏതാണ്? ഹൊറിസോണ്ടൽ ആണോ, വെർട്ടിക്കൽ ആണോ, ദ ഡിവിഷൻ ഓഫ് പവർ അമംഗ് കമ്മ്യൂണിറ്റീസ് ആണോ, ഷെയറിങ് ഓഫ് പവർ അമംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണോ? ഈ 4 ടൈപ്പ് ഓഫ് അധികാര വിതരണം പവർ ഡിവിഷനിൽ ഏതാണ് ഫെഡറലിസം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്? നമുക്കറിയാം, വാട്ട് ഈസ് മീൻ ബൈ ഫെഡറലിസം? എന്താണ്? ഒരു സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നിങ്ങനെയുള്ള ഫോം ഓഫ് ഡിവിഷനുള്ള ഒരു സിസ്റ്റമാണ്, ഫോം ഓഫ് ഗവൺമെൻറ് ആണ് ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ബി, വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഒരു ഫെഡറലിസം കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ഡിവിഷൻ ഓഫ് പവർ ആണ്. ദാറ്റ് ഈസ് ദ പവർ ഇസ് ഷെയർഡ് അമംഗ് ദ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ഗവൺമെൻറ്റിലേക്ക് പവർ ഷെയറിങ് നൽകുക. ആ രീതിയിൽ, ആ ഒരു ഫോമാറ്റിനെയാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്,
എപ്പോഴും CBSEയുടെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യനാണ്. ഓരോ ലിസ്റ്റിലും വരുന്ന സബ്ജക്റ്റുകൾ ഏതാണ്, അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത സബ്ജക്റ്റ് ഏതാണ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് യൂണിയൻ ലിസ്റ്റ് ഇൻക്ലൂഡ് സബ്ജക്ട്സ് സച്ചസ്. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് അറിയാലോ. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഡയറക്റ്റ് അതോറിറ്റിയുള്ള, ഡയറക്റ്റ് കൺട്രോളുള്ള വകുപ്പുകളാണ്. അതായത് ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, ആ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളുടെ എല്ലാം അതോറിറ്റി ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. സോ ഇതിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്? എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻ, മാരേജ്, അഡോപ്ഷൻ, സക്സഷൻ ആണോ കുട്ടികളെ? അല്ല, അത് വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. രണ്ടുപേർക്കും എന്ത് ചെയ്യാം? ബോത്ത് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരമുള്ള സബ്ജക്റ്റുകളാണ് എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻ, മാരേജ്, അഡോപ്ഷൻ, സക്സഷൻ എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ബി ആണോ? അല്ല, അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. സി ആണോ? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, അത് റെസിഡ്യൂറി സബ്ജക്ട്സ് ആണ്. അതൊരിക്കലും യൂണിയൻ ലിസ്റ്റിൽ വരുന്നതല്ല. ഈ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റിൽ ഇല്ലാത്തതാണ് റെസിഡ്യൂറി സബ്ജക്ട്സ്, നമ്മളുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, IT മേഖലകളിലൊക്കെ വരുന്ന വകുപ്പുകൾ. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡിഫെൻസ്, ഫോറിൻ അഫയേഴ്സ്, ബാങ്കിങ്, കറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ആ മേഖലകളാണ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ ഈ ഇത്രയും സബ്ജക്ട്സ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദർ ആർ 2 kinds of route through which federations have been formed. Which are they? അതായത് 2 രീതിയിലാണ് മെയിനായിട്ടൊരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു ഫെഡറേഷൻ ഉണ്ടാകുന്നത്, ഫെഡറേഷൻ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത്. ഒന്ന് നമ്മൾ പഠിച്ചതാണ് കമ്മിങ് ടുഗെദർ ആൻഡ് ഹോൾഡിംഗ് ടുഗെദർ. എന്താണ് കമ്മിങ് ടുഗെദർ എന്ന് പറഞ്ഞാൽ? കമ്മിങ് ടുഗെദറിലുള്ള ഓരോ രാജ്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഈ ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സുകൾ ജോയിൻ ചെയ്തൊരു വലിയ യൂണിറ്റായിട്ട് മാറുക. ദാറ്റ് ഈസ് നോൺ എസ് കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ. അതിന് എക്സാമ്പിളാണ് നമ്മൾ USA, സ്വിറ്റ്സർലൻഡ്, അമേരിക്കയൊക്കെ, ഓസ്ട്രേലിയയൊക്കെ പഠിച്ചത്. ദെൻ സെക്കൻഡ് റൂട്ട് എന്താണ്? ഹോൾഡിംഗ് ടുഗെദർ. അതായത് കുഞ്ഞു വലിയൊരു രാജ്യം എന്ത് ചെയ്യുന്നു? അതിൻ്റെ അധികാരം കുഞ്ഞു സ്റ്റേറ്റ്സിലേക്ക് കൈമാറുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നാഷണൽ ഗവൺമെൻറ്റിനും അധികാരം കൈമാറുന്നു. ഒരു സിംഗിൾ കൺട്രി ഇറ്റ്സെൽഫ്, ഇന്ത്യ പോലുള്ള ഒരൊറ്റ രാജ്യം, ആ രാജ്യത്തിലെ അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനും ഷെയർ ചെയ്യുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഷെയർ ചെയ്യുന്നു. താഴെ തട്ടിലേക്ക് സിമ്പിൾ യൂണിറ്റ്സിന് പവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ. സോ നമ്മൾ പഠിച്ചത് ഒരു ഫെഡറേഷനിൽ ഇവ രണ്ടും ഉണ്ട് എന്നാണ്. സോ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ബോത്ത് ഓഫ് ദ എബവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുന്നേ ഉള്ളൂ. വിട്ടുപോകരുത്, ഒരാൾ പോലും നോക്കാതെ ഇത്രയും സിമ്പിളായിട്ട് വരുന്ന ആൻസേഴ്സ് എന്ത് ചെയ്യരുത്, തെറ്റിക്കാനായിട്ട് പാടില്ല. സോ അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ദ സിസ്റ്റം ഓഫ് പഞ്ചായത്തി രാജ്. പഞ്ചായത്തി രാജിൽ ഏതൊക്കെയാണ് വരുന്നത്? വില്ലേജ്, സ്റ്റേറ്റ്, യൂണിയൻ, വില്ലേജ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ലെവൽ, വില്ലേജ് ആൻഡ് സ്റ്റേറ്റ് ലെവൽ, വില്ലേജ്, ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. നമുക്കറിയാം കുട്ടികളെ, പഞ്ചായത്തി രാജ് അതിൽ വരുന്നത് ഒരു ഗ്രാമപഞ്ചായത്ത് അല്ലേ, ഒരു വില്ലേജ്, ഒരു ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവും, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടാവും, ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഉണ്ടാവും. സോ അത് ഒരു വില്ലേജ് ലെവൽ, ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, ഇങ്ങനെ 3 തട്ടുകളായിട്ടാണ് വരുന്നത്. അത് കൺഫ്യൂസിങ് ആവരുത് ഓപ്ഷൻ കാണുമ്പോൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഏതൊക്കെയാണ്? വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഈ ഒരു 3 അറേഞ്ച്മെൻറ്റിനെയാണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഇറ്റ് ട്രൂ റിഗാർഡിംഗ് സോഴ്സ് ഓഫ് റവന്യൂ ഇൻ ദിസ് ഫെഡറൽ സിസ്റ്റം? അതായത് താഴെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ റവന്യൂ സോഴ്സിനെ കുറിച്ചിട്ട്, ഓരോ ഗവൺമെൻറ്റിനും റവന്യൂ സോഴ്സിൻ്റെ മേലുള്ള അധികാരം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സ് കിട്ടുന്നത്. സംസ്ഥാന സർക്കാരിന് എവിടെ നിന്ന് റവന്യൂ കിട്ടുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിന് എവിടെ നിന്ന് റവന്യൂ കിട്ടുന്നു, അതിൻ്റെ മേലുള്ള പവർ എങ്ങനെയാണ് എന്നിങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് താഴെ പറയുന്നത്. അതിലേതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്സ് ഹാവ് നോ ഫിനാൻഷ്യൽ പവർ. സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായിട്ടുള്ള ഒരു അധികാരവും ഇല്ല.
ശരിയാണോ കുട്ടികളെ? അല്ല, ദാറ്റ് ഇസ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ടാക്സ് കളക്ട് ചെയ്യാൻ, റവന്യൂ കളക്ട് ചെയ്യാനും ഓരോരോ വകുപ്പുകളിൽ ആ ഓരോരോ ടാക്സുകൾ കളക്ട് ചെയ്യാനുള്ള പവർ ആൻഡ് റോൾ ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ് CGST ആൻഡ് SGST. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന GST, SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ GST ആണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ എ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓപ്ഷൻ ബി നോക്കാം. സ്റ്റേറ്റ്സ് ആർ ഡിപ്പെൻഡൻറ്റ് ഫോർ റവന്യൂ ഓർ ഫണ്ട് ഓൺ സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റേറ്റ് കംപ്ലീറ്റ് അവർക്ക് റവന്യൂ കിട്ടുന്നത് എവിടെ നിന്നാണ്? സെൻട്രൽ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതായത് കേന്ദ്ര സർക്കാരാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള തുക കൈമാറുന്നത്, ഫണ്ട് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടത് ശരിയല്ല. ചില കാര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് അനുവദിക്കുന്ന മാറ്റേഴ്സ് ഉണ്ട്. അല്ലാതെയും എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് റവന്യൂ കളക്ട് ചെയ്യുന്നുണ്ട്. റവന്യൂ സോഴ്സസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. സോ ഓപ്ഷൻ ബിയും റോങ് ആയിട്ടുള്ള ആൻസറാണ്. ദെൻ ഓപ്ഷൻ സി നോക്കാം. സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ഈച്ച് ലെവൽ ഓഫ് ഗവൺമെൻറ് ആർ ക്ലിയർലി സ്പെസിഫൈഡ് ടു എൻഷുർ ഇറ്റ്സ് ഫിനാൻഷ്യൽ ഓട്ടോണമി. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഇരുത്തി പഠിക്കണം. എന്താണ്? ഓരോ റവന്യൂ സോഴ്സസും, അത് സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തൊക്കെയുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എവിടെ നിന്നെല്ലാം റവന്യൂ ഉണ്ട്, ഓരോ ഗവൺമെൻറ്റിൻ്റെയും, ഈച്ച് ലെവൽ ഗവൺമെൻറ്റിൻ്റെയും വരുമാന സ്രോതസ്സുകൾ, ഇതെല്ലാം കൃത്യമായി ക്ലിയർലി സ്പെസിഫൈഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞു അല്ലേ, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും ഒക്കെ നമ്മൾ പഠിച്ചു. അതിൽ പറയുന്ന വിഷയങ്ങളുടെ മേലുള്ള അധികാരം അതാത് ഗവൺമെൻറ്റുകൾക്കാണ്. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം, ഏത് വകുപ്പ്, ഏത് നമ്മളുടെ വീടിൻ്റെ ടാക്സ് ആര് വാങ്ങണം, എന്നാൽ പെട്രോളിൻ്റെ ടാക്സ് ആര് വാങ്ങണം, സോ ഇങ്ങനെ ഓരോ മാറ്റേഴ്സിലും റവന്യൂ സോഴ്സസ് ആരുടെ മേലാണ് എന്ന് ക്ലിയർലി സ്പെസിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് എൻഷ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഓട്ടോണമി, ആ ഓരോ സർക്കാരിനും സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വയം ഭരണ അവകാശം, ഓരോ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും അവർക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും അതിലെല്ലാമുള്ള ഒരു ഓട്ടോണമസ് പവർ ഉണ്ട്. ആക്ച്വലി ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ കുട്ടികൾ പലവരും അറിഞ്ഞുകൊണ്ട് തെറ്റിക്കുന്ന, അല്ലെങ്കിൽ ചിന്തിക്കാതെ തെറ്റിച്ച് കാണുന്ന, ആൻസർ ഷീറ്റിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ തേർഡ് ടയർ ഓഫ് ഗവൺമെൻറ് നോൺ എസ്? തേർഡ് ടയർ, നമ്മൾ 3 ടയർ പഞ്ചായത്ത് പഠിക്കുന്നുണ്ട്. അതിൽ തേർഡ് ടയർ ഓഫ് ഗവൺമെൻറ്റിൻ്റെ പേരെന്താണ്? കുട്ടികൾ ആൻസർ പലപ്പോഴും കൊടുക്കുന്നത് ജില്ലാ പരിഷത്ത് കൊടുക്കാറുണ്ട്. എനിവേ കുട്ടികളെ അത് ഓർത്തിരിക്കുക. തേർഡ് ടയർ ഗവൺമെൻറ് എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നമ്മളുടെ ഗ്രാമപഞ്ചായത്ത് അതൊക്കെ ഉണ്ടല്ലോ, വാർഡ് മെമ്പേഴ്സ്, അവരൊക്കെയാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൽ വരുന്നത്. അവരാണ് തേർഡ് ടയർ ഗവൺമെൻറ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ദ പ്രാക്ടീസ് ഓഫ് ഫെഡറലിസം ഇൻ ഇന്ത്യ. ഐഡൻറ്റിഫൈ ദോസ് വിച്ച് ഹോൾഡ് ട്രൂ ഫോർ ഡീസെൻട്രലൈസേഷൻ ആഫ്റ്റർ 1992. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങളത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നുണ്ട് ഫെഡറലിസത്തെ പറ്റിയിട്ട്. അതിൽ ഡീസെൻട്രലൈസേഷൻ ആഫ്റ്റർ 1992 ശേഷം നടന്ന ഡീസെൻട്രലൈസേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്. എ ലോക്കൽ ഗവൺമെൻറ് ഡിഡ് നോട്ട് ഹാവ് എനി പവർ ഓർ എ റിസോഴ്സ് ഓഫ് ദെയർ ഓൺ. എന്താണ്? ലോക്കൽ ഗവൺമെൻറ്റിന് സ്വന്തമായ അധികാരങ്ങളൊന്നും തന്നെയില്ല. ശരിയാണോ? ശരിയല്ല. ദാറ്റ്സ് നോട്ട് ട്രൂ. സോ ഓപ്ഷൻ എ അല്ല. ദെൻ it became constitutionally mandatory to hold regular election to local government bodies. ഈ നമ്മൾ പഠിച്ച ലോക്കൽ ഗവൺമെൻറ്, ഡിസ്ട്രിക്ട് ഗവൺമെൻറ്, ബ്ലോക്ക് ഗവൺമെൻറ്, ബ്ലോക്ക് പഞ്ചായത്ത്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത്, അങ്ങനെയുള്ള ലോക്കൽ ഗവൺമെൻറ് ബോഡീസിലേക്കും എന്ത് നടത്തണം? കൃത്യമായ ഇടവേളകളിൽ ഇലക്ഷൻ ഹോൾഡ് ചെയ്യണം. അത് ഭരണഘടനാപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിർബന്ധമായി പറയുന്ന കാര്യമാണ്. ശരിയാണോ? Yeah, that's a true statement. So option B right ആണ്. തീർന്നിട്ടില്ല. The state government are required to share some power and revenue with the local government body. സ്റ്റേറ്റ് ഗവൺമെൻറ്
അതായത് സംസ്ഥാന സർക്കാർ അവരുടെ താഴെയുള്ള ഈ ലോക്കൽ ഗവൺമെൻറ്റുകളുണ്ടല്ലോ, നമ്മൾ പഠിച്ച ഡിസ്ട്രിക്ട് ഗവൺമെൻറ്, ബ്ലോക്ക്, അതുപോലെ തന്നെ വില്ലേജ്, ഗ്രാമപഞ്ചായത്ത്, ഇവർക്കും കൂടെ എന്ത് ചെയ്യണം, അവരുടെ റവന്യൂ, വരുമാന സ്രോതസ്, ഫണ്ടുകൾ ഷെയർ ചെയ്യണം. That's also true statement regarding the decentralization after 1992. 1992 ശേഷം നടന്ന ഡീസെൻട്രലൈസേഷനിൽ വരുന്ന ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണത്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ് ലോക്കൽ ഗവൺമെൻറ്റിന് അവരുടെ ഫണ്ട് ഷെയർ ചെയ്യണം, അവരുടെ പവർ ഷെയർ ചെയ്യണം, റവന്യൂ ഷെയർ ചെയ്യണം എന്നുള്ളത്. Then option D, no seats are reserved in the elected bodies in SC and ST. SC/ST OBCക്ക് സീറ്റ്സ് ഒന്നും റിസർവ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി തെറ്റാണ്. സോ ഇവിടെ ബി ആൻഡ് സി ആർ ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനിയുണ്ട് ആക്ച്വൽ ഓപ്ഷൻസ് ഇതാണ്. നോക്കൂ, എ പറയുന്നത് ബി ആൻഡ് സി, ബി പറയുന്നത് എ ആൻഡ് സി, എ ആൻഡ് ഡി ആൻഡ് ബി ആൻഡ് ഡി. ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ബി ആൻഡ് സി. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഈ ചാപ്റ്ററിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്, അധികം കുട്ടികൾ നോട്ടീസ് ചെയ്യാറില്ല. Which period saw the rise of regional political parties in many states of the country? അതായത് രാജ്യത്ത്, ഇന്ത്യയിൽ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് എമേർജ് ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. അത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A period after 1990, a period after 2000, a period after 1980 and a period after 1970. ഏത് പീരീഡിലാണ് കൂടുതൽ പാർട്ടീസ് ജനറേറ്റ് ചെയ്തത്, കൂടുതൽ രാഷ്ട്രീയ സംഘടനകൾ മുന്നോട്ട് വന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഓപ്ഷൻ ഇ ആണ് റൈറ്റ് ആൻസർ. എ പീരീഡ് ആഫ്റ്റർ 1990. ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ബോഡി കണ്ടക്ട് ദ ഇലക്ഷൻ ടു പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി? മുനിസിപ്പാലിറ്റിയിലേക്കും പഞ്ചായത്തുകളിലേക്കും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? നമുക്കറിയാം, ഓൾറെഡി ഇലക്ഷൻ കമ്മീഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇലക്ഷൻ നടത്തുന്നത്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ബോഡിയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെതും ഇലക്ഷൻ കമ്മീഷൻ ആണെന്നറിയാം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ, അതായത് നമ്മളുടെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണെന്നറിയാം. ക്വസ്റ്റ്യൻ ഇതാണ്, പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെയും അവിടേക്കുള്ള ഇലക്ഷൻസ് ആരാണ് ഹോൾഡ് ചെയ്യുന്നത്, ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്? ആരാണ്? ഓർത്തിരിക്കുക കുട്ടികളെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും ഇലക്ഷൻ നടത്തുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് ഇസ് ഇൻകറക്റ്റ് ബേസ്ഡ് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇൻ 1992? 1992 ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിന് കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് താഴെ പറയുന്നത്. ഇതിലേതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു 1/4 ഓഫ് ദ പൊസിഷൻ റിസർവ് ഫോർ വിമൻ. റെഗുലർ ഇലക്ഷൻ ഹെൽഡ് ബൈ ദ ലോക്കൽ ഗവൺമെൻറ് ബോഡീസ്. സീറ്റ്സ് ആർ റിസർവ് ഫോർ SC, ST ആൻഡ് OBC. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ലുക്ക് ആഫ്റ്റർ ദ ഇലക്ഷൻ. ഏതാണ് ഇതിൽ റോങ് ആയിട്ടുള്ളത്? ഇതിൽ ആക്ച്വലി ഒരൊറ്റ വേർഡിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 1/4 ഓഫ് ദ പൊസിഷൻ ആർ റിസർവ് ഫോർ വിമൻ. ആക്ച്വലി 1/4 അല്ല, 1/3 ഓഫ് ദ പൊസിഷൻ ആണ് സ്ത്രീകൾക്ക് റിസർവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ഇതിലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ഹാളിൽ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് പറ്റുന്ന പോലെ ഇനിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്